ഗൾഫ് ഇൻസൈറ്റ് തുടരുന്നു. ഗൾഫ് നാടുകളിലെത്തിയാൽ പഠനം ഉപേക്ഷിക്കുന്നവരാണ് ബഹുഭൂരിപക്ഷം മലയാളികളും. സ്ത്രീകളാണെങ്കിൽ ജോലിയിലേക്കോ വീട്ടുകാര്യങ്ങളിലേക്കോ ഒതുങ്ങും. എന്നാൽ ഇവരിൽ നിന്നും വ്യത്യസ്തമായ ഒരു വഴിയാണ് പൊന്നാനി സ്വദേശി സഫിയ തിരഞ്ഞെടുത്തത്. അതുകൊണ്ട് തന്നെ മകൻ ബിരുദ സർട്ടിഫിക്കറ്റ് വാങ്ങുന്ന അതേ വേദിയിൽ വെച്ച് ഡോക്ടറേറ്റ് സർട്ടിഫിക്കറ്റ് വാങ്ങാനുള്ള ഭാഗ്യം സഫിയയ്ക്കുണ്ടായി. വർഷം മുൻപ് ഷാർജയിലെത്തുമ്പോൾ പഠനം പാതിയിൽ മുടങ്ങിയെന്നാണ് പൊന്നാനി കാടാഞ്ചേരി കറുത്തേടത്ത് പറമ്പിൽ സഫിയ കരുതിയിരുന്നത്. പ്രീ ഡിഗ്രി പൂർത്തിയാക്കി കുടുംബജീവിതത്തിലേക്ക് കടന്ന നാളുകളായിരുന്നു അത്. 6 മാസം ഗർഭിണിയുമായിരുന്നു. എന്നാൽ പഠനം തുടരണമെന്ന ആഗ്രഹം ഭർത്താവിനെ അറിയിച്ചപ്പോൾ അദ്ദേഹം പൂർണ്ണ പിന്തുണ നൽകിയെന്ന് മാത്രമല്ല, അഫ്സലുലമയുടെ ക്ലാസുകൾ എടുക്കുകയും ചെയ്തു. VT ഭട്ടതിരിപ്പാട് പറഞ്ഞതുപോലെ ഉണങ്ങി വരേണ്ട ചപ്പിലക്കൂട്ടങ്ങളിലേക്ക് തീപ്പൊരി വീണ അവസ്ഥയായിരുന്നു അത്. പഠനത്തിന്റെ വഴിയിൽ നിന്ന് പിന്നെ ഒരിക്കലും സഫിയ പിന്നോട്ട് പോയില്ല. 33 ഇയേഴ്സ് എന്ന് പറഞ്ഞാൽ ഇവിടെ അങ്ങനെ സൗകര്യങ്ങളൊന്നുമില്ല, ഗൾഫിൽ അങ്ങനത്തെ സൗകര്യങ്ങളൊന്നുമില്ല. പിന്നെ അങ്ങനത്തെ ഒരു ചിന്ത തന്നെ വരുന്ന ഒരവസ്ഥയല്ലേ. അപ്പോൾ ആദ്യം ചിന്തിച്ചത് നാട്ടിൽ നിന്ന് ബുക്സൊക്കെ കൊണ്ടുവന്നിട്ട് ആ സമയത്ത് എക്സാമിന് പോകാം എന്നുള്ള പ്ലാനിലാണ് ചെയ്തത്. അങ്ങനെ പിന്നെ പഠിച്ച് നമ്മൾ 2 വർഷം കഴിഞ്ഞിട്ടാണ് എക്സാമിന് പോകും. പരീക്ഷ എഴുതാൻ നാട്ടിലെത്തിയപ്പോഴാണ് ചില പുസ്തകങ്ങൾക്ക് മാറ്റമുണ്ടെന്നറിയുന്നത്. വാശിയോടെ പഠിച്ച് അഫ്സലുലമ വിജയിച്ചു. ഷാർജയിലെ സ്കൂളിൽ ജോലി ചെയ്യുമ്പോഴാണ് ഡിഗ്രിക്ക് ചേരുന്നത്. മക്കളുടെ പഠനവും ജോലിയും വീട്ടുകാര്യങ്ങളുമൊക്കെ ഒരുമിച്ച് കൊണ്ടുപോവുക എളുപ്പമായിരുന്നില്ല. എന്നാൽ മുന്നിലെ ലക്ഷ്യം സഫിയയ്ക്ക് കൂടുതൽ കരുത്തു പകർന്നു. മോർണിംഗിൽ സ്കൂളിൽ പോകും. അത് കഴിഞ്ഞ് അന്നൊക്കെ ഞങ്ങളുടെ സ്കൂൾ 2:30 വരെ ആയിരുന്നുണ്ടായിരുന്നു. ഡിഗ്രിക്ക് പഠിക്കുന്ന സാർ 2:30 വന്നു കഴിഞ്ഞാൽ പിന്നെ ഫുഡ് കഴിച്ച് കുറച്ച് നേരം ഇറങ്ങി വീണ്ടും എണീച്ച് അല്പം വീട്ടിലെ കാര്യങ്ങളൊക്കെ ശരിയാക്കി രാത്രിക്ക് നൈറ്റിലേക്കുള്ള ഫുഡൊക്കെ റെഡിയാക്കിയിട്ട് 6:30 ആകുമ്പോഴേക്ക് കോളേജിൽ പോകും. അവിടെ 3 hours ഓഫ് ക്ലാസ് കഴിഞ്ഞ് ഡയറക്റ്റ് ക്ലാസ് കഴിഞ്ഞ് പിന്നെ 10:30, 11 ആകുമ്പോഴേക്ക് വീട്ടിൽ തിരിച്ചെത്തുന്നു. അങ്ങനെ 4 years കണ്ടിന്യൂസ്ലി. ഇസ്ലാമിക് ഹിസ്റ്ററിയിൽ ബിരുദം നേടിയപ്പോൾ ചരിത്രത്തിൽ ബിരുദാനന്തര ബിരുദം നേടണം എന്നതായി ആഗ്രഹം. 5 മക്കളുടെയും ഭർത്താവിൻ്റെയും പൂർണ്ണ പിന്തുണ കൂടിയായപ്പോൾ മനസ്സിനും ശരീരത്തിനും പുതിയ ഊർജം കിട്ടി. അങ്ങനെ 7 അംഗങ്ങളുള്ള വീട്ടിൽ 6 പേരും വിദ്യാർത്ഥികളായി. അജ്മാനിലെ കോളേജിൽ നിന്ന് ക്ലാസ് കഴിഞ്ഞെത്തുമ്പോഴേക്കും രാത്രി 11 മണി കഴിയും. ശരിക്കും പറയുകയാണെങ്കിൽ ഒരു SSLC പാസ്സായ ഒരു മുസ്ലിം പെൺകുട്ടീനെ തന്നെ കല്യാണം കഴിക്കണമെന്ന് ഉദ്ദേശമുണ്ടായിരുന്നു. ഞങ്ങളുടെ ഏരിയയിൽ മുസ്ലിം പെൺകുട്ടികളിൽ ആദ്യമായി കൊണ്ടിട്ട് ആ ഏരിയയിൽ ഒരു പിന്നെ കുട്ടികളെ കിട്ടാൻ സാധാരണ പ്രയാസം. അപ്പോൾ ആ രീതിയിലുള്ള ഒരു കുട്ടീനെ വിവാഹം ചെയ്തിട്ട് പിന്നെ അങ്ങനെ അടുക്കളയിരുത്തുക എന്നുള്ള ഉദ്ദേശമില്ല. സഫിയയുടെ പഠനത്തിന്റെ മറ്റൊരു ഊർജ്ജ സ്രോതസ് ജോലി ചെയ്യുന്ന സ്കൂളും സഹപ്രവർത്തകരുമായിരുന്നു. ഓരോ കോഴ്സിനും ചേരുമ്പോഴും അവർ പൂർണ്ണ പിന്തുണയും പ്രോത്സാഹനവും നൽകി. നിശ്ചയദാർഢ്യവും കഠിനാധ്വാനവും മനസ്സിലാക്കിയതോടെ സ്കൂളും സഫിയയുടെ യാത്രയ്ക്കൊപ്പം ചേർന്നു. For school teaching, it is not important that she goes in for a PhD or something, but Safia, because she's enthusiastic, she wants to learn more. And in all that process of personal growth, definitely the school also benefits tremendously with her experience. ബിരുദവും ബിരുദാനന്തര ബിരുദവും നേടുന്നതിനിടെ മറ്റൊരു കോഴ്സ് കൂടി സഫിയയുടെ മനസ്സിൽ സ്ഥാനം നേടി. അങ്ങനെയാണ് B.Edന് ചേരുന്നത്. 2002 B.Edും സ്വന്തമാക്കി. ഇതോടെ സ്കൂളിലെ ജോലിയിലും സ്ഥാനക്കയറ്റം ലഭിച്ചു. ഓഫീസ് സ്റ്റാഫായി ജോലിക്ക് പ്രവേശിച്ച സഫിയ ഇന്ന് ഇസ്ലാമിക് സ്റ്റഡീസ് ഡിപ്പാർട്ട്മെന്റ് മേധാവിയാണ്. സമയത്തെ ഫലപ്രദമായി വിനിയോഗിക്കാനുള്ള കഴിവും ലക്ഷ്യബോധവുമാണ് സഫിയയുടെ മേന്മയായി സഹപ്രവർത്തകർ കാണുന്നത്. സ്കൂൾ തുറന്നപ്പോൾ 2000 മുതൽ എൻ്റെ കൂടെയാണ് ആദ്യം ജോയിൻ ചെയ്തത്. അന്ന് തൊട്ടിട്ട് തന്നെ അത് നല്ല പുള്ളിക്കാരത്തിൽ നല്ല ഹാർഡ് വർക്കിംഗ് മെൻറ്റാലിറ്റിയാണ്. ഇപ്പോൾ ടീച്ചർ എന്നുള്ള ലെവലിലാണ് നമ്മുടെ സ്കൂളിൽ ഇപ്പോൾ ചെയ്തുകൊണ്ടിരിക്കുന്നത്. ഒരു പഠിക്കുന്നതിലായാലും പഠിപ്പിക്കുന്നതിനായാലും എന്തായാലും ഒരു ജോലി ഏറ്റെടുത്ത് അത് ചെയ്ത് തീർക്കുന്നതിലും ഭയങ്കര ആത്മാർത്ഥയാണ് അവർക്ക്. Age is not going to be a bar for studies, but she proved that age and studies have nothing to do. ഏത് വയസ്സിലും പഠിക്കാം എന്നുള്ളത്, ലൈഫ് ഇസ് എഡ്യൂക്കേഷൻ ഇസ് ലൈഫ് ലോങ് എന്നുള്ളത് ഷുവറായിട്ടും സഫിയ മാം പ്രൂവ് ചെയ്തിട്ടുണ്ട്. പഠനത്തിനും പഠിപ്പിക്കലിനും ഇടയ്ക്ക് കുടുംബം നോക്കുന്നത് എങ്ങനെ എന്ന ചോദ്യത്തിനും സഫിയയ്ക്ക് മറുപടിയുണ്ട്. ഇത്രയും കാലത്തിനിടയ്ക്ക് വീട്ടുജോലിക്ക് ഒരാളെപ്പോലും വെച്ചിട്ടില്ല. ഭർത്താവും മക്കളും എല്ലാവരും സഹകരിക്കുമ്പോൾ വീട്ടുജോലി ഒരു ഭാരമായി തോന്നിയിട്ടില്ല. ബിരുദാനന്തര ബിരുദത്തിനു ശേഷം PhD എടുക്കണമെന്ന് തോന്നിയപ്പോൾ ഊർജം പകർന്നതും അവർ തന്നെയാണ്. റിസർച്ചിനും തീസിസ് തയ്യാറാക്കാനുമെല്ലാം അമ്മയെ മക്കൾ സഹായിച്ചു. ഇപ്പോൾ PhDക്കൊക്കെ നമ്മൾ ഡിസേർട്ടേഷൻ ചെയ്യുമ്പോഴൊക്കെ
ഷെഫീക്കൊക്കെയാണ് അതിനെന്ത് എഡിറ്റ് ചെയ്തതും അതുപോലെ കമ്പ്യൂട്ടർ വർക്ക്സ് ചെയ്തതും അതുപോലെ ഗ്രാമാറ്റിക്കൽ കൺസ്ട്രക്ഷൻസ് തെറ്റ് വരുന്നിടത്ത് അവിടെ കറക്റ്റ് ചെയ്ത് തന്നതൊക്കെ അവർ തന്നെയാണ് ഒരുപാട് എന്നെ സഹായിച്ചിട്ടുള്ളത്. നമ്മളെ എഫേർട്ടാണ്, പക്ഷേ അവർ അതിന് അതായത് 100% സപ്പോർട്ട്. ഇപ്പോൾ നമ്മൾ പിള്ളേരൊക്കെ എങ്ങനെ പഠിപ്പിക്കാനും അങ്ങനത്തെ എങ്ങനെ സപ്പോർട്ട് പാരൻസ് ചെയ്യുന്നു അതേ തരത്തിലുള്ള സപ്പോർട്ടാണ് അവരിൽ നിന്ന് എനിക്കും ഉണ്ടായിട്ടുള്ളത്. PhD ഏറ്റുവാങ്ങുമ്പോൾ സഫിയയുടെ ജീവിതത്തിൽ മറ്റൊരു ഭാഗ്യം കൂടിയുണ്ടായി. മകൻ ഡിഗ്രി സർട്ടിഫിക്കറ്റ് വാങ്ങുന്ന അതേ വേദിയിൽ വെച്ച് അതേ ചീഫ് ഗസ്റ്റിൽ നിന്ന് അമ്മ PhD സർട്ടിഫിക്കറ്റ് ഏറ്റുവാങ്ങി. അമ്മയോടൊപ്പം ഒരേ വേദിയിൽ വെച്ച് സർട്ടിഫിക്കറ്റ് വാങ്ങിയപ്പോൾ ബാല്യത്തിൽ അമ്മയുടെ കൂടെ കളിക്കാൻ കഴിയാഞ്ഞതിന്റെ ദുഃഖം അലിഞ്ഞലിഞ്ഞില്ലാതായെന്ന് മകൻ പറയുന്നു. സ്കൂളിൽ പഠനകാലത്ത് ശരാശരി വിദ്യാർത്ഥിനി മാത്രമായിരുന്ന തനിക്ക് ഇതിനൊക്കെ കഴിയുമെങ്കിൽ ഭൂമിയിലെ ഏതൊരു സ്ത്രീക്കും ഏത് ലക്ഷ്യവും നേടാനാകുമെന്നാണ് സഫിയയുടെ വിശ്വാസം. ഡ്രീം ആദ്യം ഉണ്ടായിരിക്കും. നമുക്കൊരു ഡ്രീം ഉണ്ടെങ്കിൽ അതനുസരിച്ച് നമ്മൾ മുന്നോട്ട് പോകുള്ളൂ. അവർ ഡ്രീംസ് ഗോൾ സെറ്റ് ചെയ്തതിനു ശേഷം ദെൻ അതിനുള്ള ഇറ്റ്സ് നോട്ട് ഈസി. കാടാഞ്ചേരി ഗ്രാമത്തിൽ നിന്നും ആദ്യമായി 10ാം ക്ലാസ് വിജയിച്ചത് സഫിയയാണ്. അതുകൊണ്ട് തന്നെ കുട്ടികളെല്ലാം അന്ന് ടീച്ചർ എന്ന് വിളിച്ച് കളിയാക്കിയിരുന്നു. എന്നാൽ പിന്നീട് അവരുടെ വാക്കുകൾ സത്യമായി. സഫിയ ടീച്ചറും PhD-കാരിയുമൊക്കെയായി. 5 മക്കളിൽ ഇളയവൾ LLBക്ക് പഠിക്കുമ്പോൾ പോസ്റ്റ് ഡോക്ടറൽ കോഴ്സിനുള്ള തയ്യാറെടുപ്പിലാണ് സഫിയ.